നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യക്കും ക്ഷണം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. അതേസമയം ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 20-നാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. US സന്ദർശന വേളയിൽ ട്രംപ് ഭരണകൂടത്തിലെ പ്രതിനിധികളുമായും മറ്റു പ്രമുഖരുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളും പുറത്തുവന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വാഷിംഗ്ടൺ DC-യിലെ US ക്യാപിറ്റോളിൽ ആരംഭിക്കുക. ചടങ്ങിലേക്ക് നിരവധി നേതാക്കളും നീണ്ട നിര തന്നെ പങ്കെടുക്കുന്നുണ്ടെന്നാണ് വിവരം ലഭ്യമായിരിക്കുന്നതും. അമേരിക്കയുമായി അത്ര രസത്തിലല്ലാത്ത ചൈനയ്ക്ക് വരെ ക്ഷണമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ചടങ്ങിൽ പങ്കെടുക്കും. 2020-ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ട്രംപ് ക്ഷണിച്ചതായും അദ്ദേഹം അത് അംഗീകരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയിൽ ഇത് 2ാം തവണയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നത്. ഒരിക്കൽ തോറ്റതിനു ശേഷം വീണ്ടും പ്രസിഡന്റായ വ്യക്തി എന്ന നേട്ടമാണ് ട്രംപ് ഇതോടെ സ്വന്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ 47ാമത്തെ പ്രസിഡന്റായാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ കൂറ്റൻ വിജയം സ്വന്തമാക്കിയാണ് ട്രംപ് കസേര ഉറപ്പിച്ചിരിക്കുന്നതും. തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ് വിജയിക്കുമെന്നായിരുന്നു പ്രവചിക്കപ്പെട്ടതെങ്കിലും ട്രംപ് അട്ടിമറി വിജയം സ്വന്തമാക്കുകയായിരുന്നു. പെൻസിൽവാനിയ, മിഷിഗൺ, വിസ്കോൺസിൻ തുടങ്ങിയ സ്വിക്സ് സ്റ്റേറ്റുകളിലെ മുന്നേറ്റമാണ് ട്രംപ് വിജയത്തിൽ നിർണായകമാക്കിയതും. ജോർജിയ, മിഷിഗൺ, നൊവേഡ, പെൻസിൽവാനിയ, വിസ്കോൺസിൻ തുടങ്ങിയ സ്വിക്സ് സ്റ്റേറ്റുകളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്താൻ ട്രംപിന് കഴിഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൽ കമല ഹാരിസിനെ കുറ്റപ്പെടുത്തുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസവും മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉയർത്തിയത്. താനായിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്നും അവസാന നിമിഷം പിന്മാറിയതിൽ ഖേദിക്കുന്നുണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം മത്സര രംഗത്തുണ്ടായിരുന്നത് ബൈഡൻ തന്നെയായിരുന്നു. എന്നാൽ പ്രായാധിക്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിമർശനം ഉയർന്നതോടെയാണ് മത്സരത്തിൽ നിന്നും മാറി നിൽക്കാൻ ജോ ബൈഡൻ നിർബന്ധിതനാകുന്നതും. അതേസമയം അമേരിക്കൻ ഐക്യനാടുകളുടെ 45ാമത്തെ പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത്. അദ്ദേഹം ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ടെലിവിഷൻ അവതാരകനുമായിരുന്നു. 2016-ൽ വളരെ അപ്രതീക്ഷിതമായി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം 538 അംഗ ഇലക്ട്രൽ വോട്ടിൽ 306 നേടിയാണ് എതിർ സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയത്. 2017 ജനുവരി 20-ന് ട്രംപ് ഔദ്യോഗികമായി സ്ഥാനമേറ്റു. 2020-ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ജോ ബൈഡനോട് പരാജയപ്പെടുത്തി സ്ഥാനമൊഴിഞ്ഞു. 2024-ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ട്രംപ് ആകെ 538-ൽ 312 ഇലക്ട്രൽ കോളേജ് വോട്ട് നേടി അമേരിക്കയുടെ 47ാമത് നിയുക്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ആദ്യം ബൈഡൻ മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും വിജയ സാധ്യത കുറവായിരുന്നുവെന്ന വിമർശനത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ബൈഡനോട് പകരം കമല ഹാരിസ് സ്ഥാനാർത്ഥിയായി ട്രംപിനോട് തോറ്റു. പ്രസിഡന്റ് പദവിയൊഴിഞ്ഞ് വൈറ്റ് ഹൗസ് വിട്ടാൽ പിന്നെ പൊതുജീവിതം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ബൈഡൻ ഇങ്ങനെയാണ് മറുപടി നൽകിയത്. ഞാൻ കാണാമറയത്തേക്കൊന്നും പോകുന്നില്ലല്ലോ എന്നായിരുന്നു ബൈഡൻ മറുപടി നൽകിയതും. സ്വന്തം നാടായ ഡെലിവറിലെ അവിടെ തന്നെ പൊതുജീവിതം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 4 വർഷം കഴിഞ്ഞാൽ കമലയ്ക്ക് വീണ്ടും മത്സരിക്കാവുന്നതേ ഉള്ളൂവെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടു. റഷ്യൻ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങളും പ്രഖ്യാപിച്ചു. റഷ്യൻ പ്രഖ്യാപിത വിതരണങ്ങളിൽ പങ്കാളിയായ 2 ഇന്ത്യൻ കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. US-ലെ ഇന്ധനവില അല്പം വർദ്ധിക്കുമെങ്കിലും റഷ്യയ്ക്ക് മൂക്കുകയറിടാൻ അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല എന്നാണ് ജോ ബൈഡൻ അഭിപ്രായപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.